ഇപ്പോൾ ഗണപതി ഉത്സവം അഥവാ വിനായക ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട ഈ ഗണേശോത്സവവും വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ആളുകളെ ഹിന്ദുത്വത്തിലേക്ക് ആകർഷിക്കും. പിന്നെ അവർ BJPക്കാരും RSSകാരായിട്ട് മാറും എന്ന കാര്യം കേരള കോൺഗ്രസ്സുകാർക്കോ മുസ്ലിം ലീഗുകാർക്കോ അത്രയൊന്നും വേവലാതി തോന്നേണ്ട കാര്യമല്ല. അവരിതൊന്നും വേവലാതിപ്പെടുകയില്ല. നേരെ മറിച്ച് CPMകാരെ സംബന്ധിച്ചുള്ള അതിൽ ചെറിയൊരു ആലോചനമുണ്ട്. ഈ ഹിന്ദുക്കൾ പൊതുവിലും ഈഴവരാതി പിന്നോക്ക സമുദായക്കാർ പ്രത്യേകിച്ചും CPMൻ്റെ വോട്ട് ബാങ്കാണ്. ഈഴവരുടെ വോട്ടില്ലെങ്കിൽ പിന്നെ CPM ഇല്ല. അങ്ങനെ ഒരു പാർട്ടിയെ സംബന്ധിച്ചുള്ളൂ ഈ പിന്നാക്ക സമുദായക്കാർ പ്രത്യേകിച്ചും രക്ഷാബന്ധനത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തിയിലേക്ക് അതുമല്ലെങ്കിൽ ഗണേശോത്സവത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത് തീരെ സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല. അതുകൊണ്ടാണ് കണ്ണൂർ ജില്ലയിലും മറ്റുമൊക്കെ ചില സ്ഥലങ്ങളിൽ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്ര നടത്തി. ശ്രീകൃഷ്ണ ജയന്തിക്ക് മതേതര ഘോഷയാത്ര സഖാബ് കൃഷ്ണൻ സിന്ദാബാദ് എന്ന് പറഞ്ഞ് മുദ്രാവാക്യം കുറിച്ച് വലിയ ഘോഷയാത്രകൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഒരു രൂപം ഇപ്പോൾ പാലക്കാട് ജില്ലയിലെ മുണ്ടൂരിൽ തുടങ്ങി വച്ചിരിക്കുകയാണ്. നമ്മുടെ ഗണേശോത്സവമാണ് സഖാക്കൾ ആഘോഷിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.